നമസ്കാരം ആർത്തി. നമസ്കാരം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ വലിയ സജീവമായ ഡിസ്കഷൻ നടക്കുകയാണ് ഇറ്റലിയിൽ. പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇറ്റലിയിലാണ്. നോർവേയിൽ നിന്ന് നേരെ ഇപ്പോൾ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോർവേയിലും വലിയ രീതിയിലുള്ള ഡിസ്കഷൻ നടന്നു, നെതർലാൻഡ്സിലും വളരെ ഗംഭീരമായ രീതിയിലുള്ള ഡിസ്കഷൻ നടന്നു. വളരെയധികം ട്രേഡ് പാർട്ണർഷിപ്പിനെ കുറിച്ചൊക്കെയുള്ള വളരെ കാര്യമായിട്ടുള്ള ഡിസ്കഷൻ നടന്നു. ഇപ്പോൾ ഇറ്റലിയിലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഗഹനമായ ഡിസ്കഷനാണ് നടക്കുന്നത്. ചരിത്രപരമായി തന്നെ വളരെയധികം ബന്ധമുള്ള രാജ്യമാണ് ഇറ്റലിയുമായിട്ട് ഭാരതത്തിന്. മാർക്കോ പോളോയുടെ ചരിത്ര കാലം മുതൽ തന്നെ ഭാരതവും ഇറ്റലിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതിനപ്പുറം പ്രൈം മിനിസ്റ്റർ ഒരു പൂക്കി പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മെലഡി ടോഫിയൊക്കെ കൊടുത്തുകൊണ്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ മെലോണിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. മെലഡി അല്ലേ? അതെ, മെലഡി ആൻഡ് മെലോണി. ഇല്ല, ഇത് വളരെ സത്യമാണ് ഹരിയ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, വാർത്തകൾ വരുന്നത് ഈ ഇവരുടെ മെലഡി ടോഫി ഉണ്ടാക്കുന്ന ആ ടോഫിയാണല്ലോ പ്രധാനമന്ത്രി കൊടുത്തത്. പാർലേജി കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ അവരുടെ വാല്യൂ പെട്ടെന്ന് ഉയർന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മോദി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വൈറലാവുന്നുണ്ട്, ഇല്ലേ? ഇതിപ്പോൾ വളരെ വൈറലാണ്. ഈ മെലഡി എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ മോദി അല്ല ആദ്യം പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല. ഇത് 2024 ഈ മെലോണി തന്നെയാണ് ഈ വാക്ക് പറയുന്നത്. അന്നത്തെ ആ സമ്മിറ്റിന് ശേഷം ഓർക്കുന്നുണ്ടോ ഒരു വീഡിയോയിൽ, ഹലോ ഫ്രം ഓർ ഗ്രീറ്റിംഗ്സ് ഫ്രം മെലഡി ടീം എന്നാണ് മെലോണി ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ പറഞ്ഞത്. എന്തായാലും ആ വീഡിയോയും ഭയങ്കര വൈറലായി. എനിക്ക് തോന്നുന്നു 30 കോടി ജനങ്ങളോ മറ്റോ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ വൈറലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ വാംതായിട്ടുള്ള, വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം, പരസ്പര വിശ്വാസം, ബഹുമാനം ഒക്കെയുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മൾ ഈ ചുറ്റും കാണുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ ലോകത്ത് നടക്കുന്ന ഒന്നും നല്ലതല്ലല്ലോ. ഒരു മനുഷ്യന് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്നതാണോ? അല്ലല്ലോ. ഈവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനങ്ങളിൽ UAE സന്ദർശനം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എന്താ പറയുക, ഫോർമലായ കടുപ്പത്തിലുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവിടെ ഒരു പേഴ്സണൽ വാംത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇന്ന് മാത്രമല്ല, നോർവേയിൽ അദ്ദേഹത്തെ അപമാനിക്കാനും ശ്രമം നടന്നു. അപ്പോൾ അതിനുശേഷം ഇറ്റലിയിൽ ഇങ്ങനെ ഒരു സന്തോഷമുള്ള രണ്ട് മുഖങ്ങളും പരസ്പര സഹകരണത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നതും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈവൻ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ ചൈന വിസിറ്റ് നിങ്ങൾ കണ്ടില്ലേ? എന്തൊക്കെയാണ് അവിടെ നടന്നത്. പ്രസിഡൻറ്റ് ഷീ അങ്ങോട്ട് മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫയൽ എടുത്ത് നോക്കുക, ഇരിക്കാൻ കുഷ്യൻ കൊടുത്തപ്പോൾ ആ കുഷ്യൻ എടുത്ത് മാറ്റിച്ചിട്ട് ഇരിക്കുക, അതുപോലെ കിട്ടിയ സമ്മാനങ്ങളെല്ലാം എയർപോർട്ടിൽ ഉപേക്ഷിക്കുക. ഇങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവിശ്വാസവും പരസ്പരം സഹകരണമില്ലായ്മയും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ സന്തോഷമുള്ള രണ്ട് പേര് തമ്മിൽ മീറ്റ് ചെയ്യുന്നു, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള പരസ്പര ഉഭയകക്ഷി സഹകരണത്തിൻ്റെ പുതിയ മേഖലകൾ തുറക്കുന്നു, അല്ലെങ്കിൽ ഉള്ളത് ശക്തിപ്പെടുത്തുന്നു. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. മോദിയെ സംബന്ധിച്ചും മെലോണി പ്രൈം മിനിസ്റ്ററിനെ സംബന്ധിച്ചും രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിലുള്ള ആക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാക്കുന്നത് ചെറുപ്പക്കാരാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്, നമുക്ക് വളരെ ടൈറ്റായിട്ട്, വളരെ കലുഷിതമായ സാഹചര്യത്തിലാണ് നമ്മൾ G20 സമ്മിറ്റൊക്കെ നടത്തിയത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്ത്, ലോകം ഡിവൈഡഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ G20 സമ്മിറ്റ് നടക്കുകയും വസുദൈവ കുടുംബകം പോലുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ലോകത്തെ ഒരുമിപ്പിച്ച് നിർത്തുവാനായിട്ട്, അതിന് ചിരിക്കണം. ഗൗരവത്തോടു കൂടി ഇരിക്കുന്ന ഒരു മനുഷ്യന് പരസ്പരം യോജിപ്പിക്കാൻ കഴിയില്ല. അതിന് വളരെയധികം ചിരിച്ച് സന്തോഷിപ്പിച്ച് ഇരുന്നാൽ മാത്രമേ അവിടെ ഒരു നയതന്ത്ര വിജയം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ പോലുള്ള വളരെയധികം പ്രാധാന്യമുള്ള ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഇപ്പോൾ ചൈന നടത്തും പോലെയുള്ള ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്, അതിനൊക്കെ വളരെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യമുണ്ട്, സാമ്രാജ്യത്വ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ബെൽറ്റ് റോഡ് പദ്ധതി ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ചൈന മുമ്പോട്ട് വെച്ച ഈ കാര്യങ്ങളൊക്കെ ചൈനയുടെ സ്വാർത്ഥതയാണെന്ന് ഇപ്പോൾ ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കും കൂടി ഗുണമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പോലും ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല മറ്റ് രാജ്യങ്ങളെ. അപ്പോൾ ആ സമയത്ത് ഒരു പരസ്പര സഹകരണത്തിൻ്റെ ഒരു വലിയ മേഖലയാണ്. അതായത് ഇപ്പം പല ആൾക്കാർക്കും അറിയില്ല, ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യാവസായിക ഭീമൻ, ഒരു ഇൻഡസ്ട്രിയൽ പവർ ഹൗസാണ് ഇറ്റലി.
ഇറ്റലി പലപ്പോഴും ബ്രിട്ടനെ പോലും പിന്തള്ളി ഒരു വലിയ ഒരു ഭീമനായിട്ട് വരികയാണ് വ്യാവസായിക രംഗത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ രണ്ടാമതാണ് ഈ വ്യാവസായിക ഉൽപ്പാദനത്തിൽ. ജർമ്മനി കഴിഞ്ഞാൽ രണ്ടാമതാണ് ഇവർ. അങ്ങനെ ഒരു രാജ്യവുമായിട്ടാണ് നമ്മൾ സഹകരണത്തിൻ്റെ ഒരു മേഖല ശക്തിപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെയും ഇറ്റലിയുടെയും ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് ബൈലാറ്ററൽ ട്രേഡ് 2030 ആകുമ്പോഴത്തേക്ക് 20 ബില്യൺ യൂറോയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് 14.25 ബില്യൺ മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് അതിനെ ഒരു 2030 ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന 20 ബില്യണിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒരു വലിയ കുതിച്ചു ചാട്ടമാണ് എന്ന് ഞാൻ പറയും. പരസ്പര സഹകരണവുമാണ്. പിന്നെ ഇപ്പോൾ ഹരി പറഞ്ഞ ഈ എക്കണോമിക് കോറിഡോർ, അതിൻ്റെ ഒരു ലാൻഡിങ് പോർട്ടായിട്ട് ഇറ്റലിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാര രംഗത്ത് വലിയൊരു അഭിവൃദ്ധി കുതിച്ചുചാട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിലും ഇതിനകത്ത് സാങ്കേതിക മേഖലകൾ വരുന്നുണ്ട്, വ്യാവസായിക മേഖല വരുന്നുണ്ട്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ രണ്ട് കൂട്ടരും ഒരേ പാതയിലാണ് നീങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലയും ഓട്ടോമോട്ടീവ്, ഊർജ സംരക്ഷണം, ഊർജ വിപണനം അതൊരു പ്രധാന മേഖലയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ സഹകരണം വരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു വ്യാവസായിക ബന്ധമാണ് നമുക്ക് ഇറ്റലിയുമായിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. അല്ല, തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ വീണ്ടും ഊഷ്മളമായൊരു ബന്ധം ഭാരതത്തിന് ഒരു ചരിത്രപരമായി, കാരണം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ലോകം ഭരിച്ചിരുന്ന രാജ്യമെന്ന നിലയിൽ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമെന്ന നിലയിൽ ഭാരതത്തിന് ഒട്ടുമിക്ക എല്ലാ പുരാതന രാജ്യങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇറ്റലിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും മറ്റെല്ലാ സാംസ്കാരിക രാജ്യങ്ങളുമായിട്ടും സിവിലൈസേഷൻസുമായിട്ടും ഭാരതത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് ഈ രാജ്യങ്ങളോടൊക്കെ തന്നെ സമ്പർക്കം പുലർത്തുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ലോകത്തെ ഒരു കാരണവശാലും നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നും തന്നെ ഭാരതം ചെയ്തിട്ടില്ല. അത് സാമ്രാജ്യത്വപരമായിട്ടാണെങ്കിൽ ഏറ്റവും സമ്പന്നമായിരുന്ന കാലഘട്ടത്തിൽ പോലും ഭാരതം ഒരിക്കലും ഒരു സൈനികനെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. സത്യത്തിൽ നോർവേയിൽ ആ ചോദ്യം ഉയർന്നപ്പോൾ പറയേണ്ട മറുപടികളിൽ ഒന്ന് അതും കൂടെ ആയിരുന്നു. അതായത് ഈ ആരെ ട്രസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ അത് വീണ്ടും കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് തീരുന്നില്ല, ഇല്ലേ? നമ്മുടെ ഒരു പ്രതിഷേധം തീരുന്നില്ല. അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് ഇറ്റലിയിലെ സന്ദർശനം കടക്കുന്നത്. അതായത് ഒരു വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയൽ പവർ ഹൗസാണ് ഇറ്റലി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം റാപ്പിഡ്ലി ഗ്രോയിങ് എക്കോണമിയാണ്, വളരെ വേഗത്തിൽ ശക്തിപ്പെടുന്ന ഒരു സാമ്പത്തിക രംഗമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും കൂടി ഒരു മെലഡി എന്ന് പറയുന്നത് അത് രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനമുള്ളതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻഡോ മെഡിറ്ററേനിയൻ കോറിഡോർ തുറക്കുകയാണ്. അതായത് ഇന്ത്യൻ ഓഷ്യൻ മേഖലയെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ഈ കോറിഡോർ വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബന്ധം കൂടി, യൂറോപ്പുമായിട്ടുള്ള ബന്ധം, അത് വളരെ കാലത്തെ ഒരു ഭാരതത്തിൻ്റെ ഒരു ലക്ഷ്യങ്ങളിലൊന്നാണ്, അല്ലേ? അപ്പോൾ അതും കൂടി ശക്തിപ്പെടുന്നു എന്ന് വേണം ഇതിനെ കാണാൻ. ഇന്ത്യ, അറബ് ആൻഡ് യൂറോപ്പ്, അപ്പോൾ ഇങ്ങനെ ഒരു കോറിഡോർ വരുമ്പോഴത്തേക്കും മറ്റെല്ലാ രാജ്യങ്ങളും, കാരണം ഈ രാജ്യങ്ങൾ ഒരു കൾച്ചറൽ കണക്ടിവിറ്റി വരുന്നതോടുകൂടി ഈ രാജ്യങ്ങൾ, US ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്, അമേരിക്കയും ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അതോടുകൂടി ലോകത്തെ മുഴുവൻ ഈ നമ്മൾ വസുദൈവ കുടുംബകം എന്നോ എത്ര നമുക്ക് ലോകം ഒരു പക്ഷിക്കൂടായി ചുരുങ്ങിയെങ്കിൽ എന്ന പോലുള്ള നമ്മുടെ ഉപനിഷത്ത് വചനങ്ങൾ പോലെ ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് വരുന്നു എന്ന് തന്നെ പറയാം, ലോകത്തെ കണക്റ്റീവായിട്ട് ബന്ധിച്ചുകൊണ്ട്. അല്ല, ഇറ്റലിയെ പോലെയുള്ള രാജ്യങ്ങൾ അത് തന്നെയാണ് കാണുന്നത്. ഹരി, ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിൻ്റെ, പരസ്പര ഉഭയകക്ഷി വ്യാപാരത്തിൻ്റെയും മാനുഫാക്ചറിങ്ങിൻ്റെയും ഒക്കെ ഇത് നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇറ്റലിയുടെ ഏതാണ്ട് 800ഓളം കമ്പനികൾ ഭാരതത്തിൽ ഉണ്ട്. പല ആൾക്കാർക്കും അറിയില്ല. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഫിയറ്റ് പോലെയുള്ള കമ്പനികൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 800ഓളം കമ്പനികളുണ്ട്. ഇതിൽ 400ഓളം കമ്പനികൾ, പകുതിയോളം കമ്പനികൾക്ക് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്, വലുതും ചെറുതുമായത്. അതിലെല്ലാം കൂടെ ഏതാണ്ട് 10-60,000 പേര് ജോലി ചെയ്യുന്നുണ്ടെന്നേ, ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്.
ചെറിയൊരു കാര്യമല്ല അത്, ചെറിയൊരു കാര്യമല്ല. അപ്പോൾ എല്ലാ മേഖലകളിലും ഇത്തരം പിന്നെ ഈ AI പോലെയുള്ള സാങ്കേതിക രംഗത്തുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും, ഭാരതത്തിനും ഇറ്റലിക്കുമുള്ള ഒരു പ്രധാന കൺസേൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യ വിഭവശേഷിയെ എങ്ങനെ ബാധിക്കുന്നു. നമ്മുടേതാണ്. അത് അധികം ആരും ശ്രദ്ധിക്കാത്തതാണ്. നമ്മുടെ പദ്ധതിയാണത്. അതായത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള AI വികസനം. അതിലേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ള രാജ്യം ഇറ്റലിയാണ്. നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മെലഡി ട്രോളിനും വൈറൽ വീഡിയോസിനും ഒക്കെ അപ്പുറം ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ തമ്മിൽ ഒരു പേഴ്സണൽ ലെവലിലൊരു റാപ്പോ ഇല്ലെങ്കിൽ, പരസ്പര ബന്ധമില്ല, ഒരു വിശ്വാസമില്ല, പരസ്പരം പരിചയമില്ലെങ്കിൽ, ഈ ചർച്ചകളുടെ ഔട്ട്കം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നിയന്ത്രണത്തിലും അവർ പറയുന്ന രീതിയിലുമായിരിക്കും. എന്നാൽ അതേ സമയത്ത് രണ്ട് വ്യക്തികളെന്നുള്ള നിലയിൽ ഈ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഒരു വ്യക്തിബന്ധമുണ്ട്. അതായത് ഒരാൾ മറ്റൊരാളെ ചതിക്കില്ല, അല്ലെങ്കിൽ പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, ഒരു സുതാര്യതയുണ്ട് ചർച്ചയിൽ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥന്മാർക്കും വലിയ ഹെൽപ്പാണ്. അത് രണ്ട് കൂട്ടർക്കും, രണ്ട് ഡെലിഗേഷനും വളരെ പ്രയോജനം ചെയ്യുന്നത്. ഞാൻ ഈ തമാശകൾക്കും ട്രോളുകൾക്കും ഒക്കെ അപ്പുറം ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെയും ഇറ്റലിയുടെയും ബന്ധം അടുത്ത ഒരു വലിയ പുരോഗതിയുടെ ഘട്ടത്തിലേക്ക് തന്നെ കടക്കുകയാണ്. എന്തായാലും മെലഡി ഡിപ്ലോമസിയും, പല ഡിപ്ലോമസികളും ഉണ്ട് രാജ്യങ്ങൾ തമ്മിൽ. ഇപ്പോൾ മാംഗോ ഡിപ്ലോമസി ഉണ്ട്. ബംഗ്ലാദേശിൻ്റെയും ഭാരതത്തിൻ്റെയും പാകിസ്ഥാനിൻ്റെയും ഒക്കെ ഒരു പ്രധാന ആയുധമാണ് മാംഗോ ഡിപ്ലോമസി. അവർ പല രാജ്യങ്ങളിലേക്ക് വളരെ വിശേഷപ്പെട്ട മാങ്ങ കയറ്റി വിടുന്ന ഒരു ഡിപ്ലോമസി ഉണ്ട്. നമുക്ക് ഒരു ദുർഘടഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് കോവിഡ് ഡിപ്ലോമസി, അല്ലേ? വാക്സിനുകൾ അയച്ച് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. അതുപോലെ മെലഡി ഡിപ്ലോമസിയും ലോകമെമ്പാടും വ്യാപിക്കട്ടെ, പോസിറ്റിവിറ്റി വ്യാപിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. നമസ്കാരം.